ഹായ്. ഹായ്. പ്രോ എം കെ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവുക? പ്രൊഫഷണൽ ഫുട്ബോളർ ആകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു മാജിക് ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രോ ഫുട്ബോളർ ആകുന്ന മാജിക് ഉണ്ടെങ്കിൽ ഞാനൊക്കെ എന്നേ പ്രോ ഫുട്ബോളർ ആയനെ. അപ്പോൾ ഇതൊരു മാജിക് പിൽ ഇതിനില്ല. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു പ്രോ ആകണമെങ്കിൽ അതിലേക്കുള്ള ജേണി അല്ലെങ്കിൽ അതിലേക്കുള്ള യാത്ര നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും. ആ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു പ്രോ കളിക്കാരനാകുന്ന ജേണിയിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ക്രേസി ആയിട്ട് തോന്നും. ഫുട്ബോളിൽ ഒരു പ്രോ ആകാൻ വേണ്ടിയിട്ട് ബോൾ വെച്ചിട്ട് ട്രെയിനിങ്ങുകളല്ലേ ചെയ്യേണ്ടത്, കോച്ചിനെ കാണുകയല്ലേ വേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നും. ഈ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റിസോഴ്സസുകൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത് കോൺസ് ഇല്ല, മാർക്കർ ഇല്ല. ഇപ്പൊ ഇതേപോലെയുള്ള ഒരു കോൺ ഇല്ല എന്ന് കുട്ടികൾ നമുക്ക് ട്രെയിനിങ് ചെയ്യണം. നമ്മൾ എന്താ ഉപയോഗിക്കുക? കിട്ടുന്ന എന്ത് ഉപയോഗിക്കാം? കുപ്പിയിൽ മണൽ നിറക്കാം, കളർ അടിക്കാം, ഏതെങ്കിലും പേപ്പർ കൊണ്ട് നമുക്ക് ചെറിയ മാർക്കറുകൾ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ റിസോഴ്സസുകളാണെങ്കിലും അത് ഞാൻ വളരെ നന്നായിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഒരു പ്രോ ഫുട്ബോളർ ആകാൻ നമ്മൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് ഈ 4 ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. 1 ബോൾ കൺട്രോൾ, 2 ഫസ്റ്റ് ടച്ച്, 3 പാസിംഗ്, 4 ഷൂട്ടിംഗ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സെലക്ഷനൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നാമതായിട്ട് കോച്ചസ് നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ബോളുമായിട്ട് എത്രത്തോളം കംഫർട്ടബിൾ ആണോ, അതേപോലെ നമ്മുടെ ഫസ്റ്റ് ടച്ച് എത്രത്തോളം പോളിഷ്ഡ് ആണ്, നമ്മുടെ പാസുകൾ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, നമ്മുടെ ഷോട്ടുകൾ എത്രത്തോളം കൺട്രോൾഡ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതൊരു പ്ലെയറെ കാണുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നോട്ടീസ് ചെയ്യുക. അപ്പം ഇത് നിങ്ങൾ ട്രെയിൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രോ ഫുട്ബോളർ ആകാനുള്ള യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു കോച്ചിനെ കണ്ടെത്തുക എന്നുള്ളത്. എനിക്കറിയാം ഇത് ഒരു കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. ചിലർക്ക് കാശില്ല കോച്ചിങ് ക്യാമ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചില ആളുകൾക്ക് കോച്ചസ് അവൈലബിൾ അല്ല. എല്ലാ ഗ്രാമങ്ങളിലും ചിലപ്പോൾ കോച്ചസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക? നമുക്ക് ഡീൽ ചെയ്യാനുള്ള ചില കുറുക്കു വഴികൾ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കളിക്കുന്നതിൽ വെച്ച് ഏറ്റവും നന്നായി കളിക്കുന്ന ആളെ പോയിട്ട് കാണുക. അത് ചിലപ്പോൾ ഒരു 10ാം ക്ലാസ് സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഒരു +2 സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളായിരിക്കാം, അല്ലേ? ഇനി അതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളും ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ പോയി കാണുക. അതിന് പറ്റുമെങ്കിൽ ചെറിയൊരു ടീം ഉണ്ടാക്കുക. ഒരു 4ഓ 5ഓ കുട്ടികൾ ചേർന്നിട്ട് ഒരു ടീം ഉണ്ടാക്കുക. എന്നിട്ട് അദ്ദേഹത്തെ പോയിട്ട് അങ്ങനെ ഒരു കോച്ചിനെ പോയി കണ്ടിട്ട്, അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, അങ്ങനെ ഒരാളെ പോയി കണ്ടിട്ട് നിങ്ങൾ പറയാം, ഞങ്ങൾക്ക് കോച്ചിങ് ചെയ്യണമെന്നുണ്ട്, ഞങ്ങളെ ഒന്ന് കോച്ച് ചെയ്യാമോ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ട്രെയിനിങ് ചെയ്യിപ്പിക്കാമോ എന്ന് ചോദിക്കുക. മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് എത്രയോ അവൈലബിൾ അല്ലേ? നമ്മുടെ പ്രോ എം കെ ചാനലിൽ തന്നെ എത്രത്തോളം അടിപൊളി കോച്ചിങ് ട്രെയിനിങ് വീഡിയോസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഒരു കോച്ചിന്റെ കീഴിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോ ആകാനുള്ള ജേണിയിലേക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ ഈ കോച്ചിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ കുട്ടികളെല്ലാവരും കൂടി ഒരു 100 രൂപ വീതം കൊടുത്താലും 500 രൂപയല്ലോ, മാസത്തിൽ ഒരു 500 രൂപ ആ കോച്ചിന് കൊടുക്കുക. കാശിന് വേണ്ടിയിട്ട് ആവൂല ചിലപ്പോൾ ആ ട്രെയിനിങ് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു തരുന്നത്. പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാവും. അപ്പോൾ അത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി അതും അവൈലബിൾ അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോ എം കെ തന്നെ ഒരു ഓൺലൈൻ കോച്ചിങ് തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ നമ്മുടെ ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രോ എം കെ അവാർഡ്സ് വരുന്നുണ്ട്, ഇതേപോലുള്ള പ്രോ എം കെ ഓൺലൈൻ സെഷൻസ് വരുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ്സുകൾ വരുന്നുണ്ട്, പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകളോട് കൂടിയിട്ടാണ് 2024 നമ്മൾ ഈ ചാനൽ റീഓപ്പൺ ചെയ്തത്. ഒരുപാട് വ്യൂസ് കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, പക്ഷെ നിങ്ങളെ പോലെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അതുകൊണ്ട് കൂടെ നിൽക്കുക. ഇതുപോലെയുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. 4ാമത്തെ കാര്യമാണ് ഗോൾ സെറ്റിംഗ് എന്നുള്ളത്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. മുമ്പ് പല വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വർഷം നിങ്ങൾ എത്ര ട്രയൽസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്, അതേപോലെ നിങ്ങൾ ഒരു മാസം എത്ര ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഈ ട്രെയിനിങ്
ട്രെയിനിങ് എല്ലാം വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബോൾ കൺട്രോൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയണം എത്ര ബോൾ കൺട്രോൾ ട്രെയിനിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാസിംഗ് ട്രെയിനിങ്ങുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര എണ്ണം എത്ര സെഷൻ നമ്മൾ അതിനു വേണ്ടി നീക്കി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട്സ് വരും. മാത്രമല്ല ഒരു കോൺഷ്യസ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇന്ന ഭാഗം സ്ട്രോങ് ആയത്, അതുകൊണ്ട് അത് നമുക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ചില ട്രെയിനിങ്ങുകൾ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് അതൊന്ന് മാറ്റി പിടിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഐഡിയ ഒക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രോ ആകാനുള്ള ജേണി സുഗമമാക്കാൻ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം, ഈ നമ്മൾ നാലാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തതിന്റെ കൂടെ ചേർത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ഥിരത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സ്ഥിരമായിട്ട് ചെയ്യുക അല്ലേ. നമ്മൾ ഈ ഒരു മാസം നന്നായിട്ട് ചെയ്തു, അടുത്ത മാസം ചിലപ്പോൾ നമുക്ക് മൂഡ് ഉണ്ടാവില്ല, പിന്നെ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചെയ്തു, പിന്നെ 2-3 മാസം ട്രെയിനിങ്ങേ ഇല്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് കുറയും. അതിനുള്ള വേറൊരു കാരണം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു മാസം നന്നായിട്ട് ട്രെയിൻ ചെയ്തു, വർക്കൗട്ടൊക്കെ ചെയ്തു, എന്നിട്ട് നമ്മളൊരു മാസം ചെയ്തില്ല എന്ന് കൂട്ടിക്കോളും. ഈ ചെയ്ത വർക്കൗട്ടുകൾക്ക് കോട്ടം സംഭവിക്കും, അല്ലെങ്കിൽ അതിന്റെ പോളിഷിങ് നഷ്ടപ്പെടും, ഫിനിഷിങ് നഷ്ടപ്പെടും. ചിലപ്പോൾ ബോളൊക്കെ തട്ടുമ്പോൾ നമുക്ക് അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അത് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പോളിഷിങ്ങിനൊക്കെ, അതിന്റെ ആ ഒരു ഫിനിഷിങ്ങിനൊക്കെ, ആ ഫിനിഷിംഗ് ടച്ചസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആവുക. അത് ഫുട്ബോൾ മാത്രമല്ല, നിങ്ങൾ ഏത് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിലും ഏത് പഠനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇത്രയുമാണ് സുഹൃത്തുക്കളെ ഈ സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വഴിയെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്.